ഹലോ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ്, കുറേ ദിവസമൊന്നുമല്ല, ഏകദേശം 2 ദിവസം മുമ്പാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, യൂട്യൂബേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലേ. അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കാരണം ഈ മല്ലു ഫാമിലി സുജിൻ്റെ ഒരു സംഭവമുണ്ട്. സുജിൻ വന്നിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ആദ്യം കാണാം, എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ. എല്ലാവരും പറഞ്ഞു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്, ഞാൻ ഫേക്കാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് ഫേക്കാണ് തോന്നിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന് കളിച്ച് എനിക്കതിന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും പൈസ കിട്ടുന്നുണ്ട്, അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഞാൻ വെക്കില്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനായിരിക്കണം വേറെ ആരെയും ഇവിടെ ചെയ്തില്ല, എന്നെ മാത്രമാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയല്ലോ, അത് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. ചേട്ടാ പൈസ കിട്ടി പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഫേക്ക് ആവുന്നത്? ഓരോ വീഡിയോസ് എനിക്ക് ഓരോരുത്തർ വെറുതെ പറഞ്ഞ പോലെ അത് കളിച്ച് നോക്കുന്നു. ഗെയിമിനെ പറ്റി പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും പൈസ കിട്ടുന്നത്, ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടുന്നുള്ളൂ. എന്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ടുകൾ ചെങ്ങായി പറയണേ, ഞാൻ ഇങ്ങനെ ചെയ്യണൊരു ജോലിയാണ്, അത് വേറെ ആർക്കും വല്ല വരുമാനം കിട്ടിക്കോട്ടെ എന്നൊക്കെ പറയും. ഇതൊക്കെ ജോലിയാണോ? പക്ക ഫ്രോഡാണ് ഈ സംഭവം. ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കോവിഡ് ടൈമിൽ ഞാൻ ചെയ്ത പരിപാടി അത്. ഇവർ 1 മാസം 2 മാസം 3 മാസം ജോലി ഈ കമ്പനി, പിന്നെ അവർ ജോലി ചെയ്യില്ല, അവർ അതിലുണ്ടാവും, എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഒറ്റ മുങ്ങല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടാവില്ല, നമുക്ക് കിട്ടാനുള്ള പൈസയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സുജിന് ഇതേപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സുജിൻ്റെ ഫോളോവേഴ്സിനെ ആഡ് ചെയ്ത് ലിങ്ക് ഇട്ട് റഫറൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ കുറേ ഈ ഗെയിംസിൻ്റെ ട്രിക്സും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യണം കളറിൻ്റെ ഈ പാറ്റേൺ എന്ന് പറഞ്ഞതനുസരിച്ച് ഇതൊക്കെ പറഞ്ഞെടുത്ത് ആളെ പറ്റിക്കാൻ വേണ്ടി വല്ല ആവശ്യമുണ്ട് ചങ്ങായി, എനിക്ക് എൻ്റെ പണിയെടുത്താൽ പോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആ പൈസ പോയാൽ കഴിഞ്ഞാൽ ചങ്ങായി കൊടുക്കില്ല. ഇതിട്ട ആൾക്കാർക്ക് പോയി. എനിക്ക് പൈസ ഇട്ടുണ്ട് ചോദിച്ചാണ്ട് ഞാൻ ഏതെങ്കിലും ഉടായ്പ് സംഭവം പറഞ്ഞാണ്ട് അതിൽ ആളെ ചേർത്തിട്ട് കാര്യമുണ്ടോ? മണി പരിപാടി, പൈസ ഇട്ടുള്ള എന്ത് ബെറ്റിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ പണ്ട് ചൂതാട്ടം എന്നാണ് പറയുക, ഒക്കെ ഉടായ്പാണ്. ഇട്ട പൈസ പോകുന്നതല്ലാതെ നമുക്ക് അതിനൊന്നും നേട്ടം കിട്ടില്ല, ചെറിയ എല്ലാം കിട്ടുമായിരിക്കും. പല ആൾക്കാർക്കും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യണം. എന്താ അവർ വിചാരിച്ചിരിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും പോയി ചാടരുത്, ഞങ്ങളെ പൈസ പോകും. ഞാനാണ് പറയുന്നത്, എനിക്ക് പോയത് കൊണ്ടാണ്, എനിക്കിതുപോലെ സംഭവിച്ചതാണ്. എൻ്റെ ഒരുപാട് പൈസ പോയിട്ടുണ്ട് ഇതേപോലെ ബെറ്റിംഗ് പ്ലാറ്റ്ഫോം, ഈ കളർ പ്രഡിക്ഷൻ ഗെയിംസിൽ ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ. എനിക്ക് 1 രൂപ പോലും ലാഭം കിട്ടില്ല. ഉള്ള പൈസ കയ്യിൽ നിന്ന് 40,000 രൂപ പോയി കിട്ടി. കാരണം 1000 രൂപ ഇടും പോകും, പിന്നെ 2000 ഇടും അതും പോകും, പിന്നെ ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും കിട്ടും, അത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ പോയത് തിരിച്ച് പിടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, അതും പോകും, പിന്നെ അത് തിരിച്ച് പിടിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഇടും, അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. എന്താണ് ഈ സുജിനെ കുറിച്ച് ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നതാണ്, ചെയ്യുന്നതാണ്. ഈ ചങ്ങായിക്ക് തന്നെ പരിപാടി, ആളുകളെ പറ്റിക്കാൻ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ചങ്ങായിക്ക്. ഈ ചങ്ങായിക്ക് യൂട്യൂബ് ചാനൽ കിട്ടുന്ന വരുമാനം പോലെ ജീവിക്കാൻ, അല്ലെങ്കിൽ വല്ല കൂലിപ്പടി പോയിക്കൂടെ? ആൾക്കാരെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലില്ലാത്ത ഗെയിമും കണ്ട ഫ്രോഡ് ഗെയിംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാനുള്ളത് പറയുകയാണ്, ഇതുപോലത്തെ സംഭവങ്ങൾ പോയി ചാടിക്കഴിഞ്ഞാലുള്ള പൈസയും പോയി കഴിയുന്നത്. ഞാൻ മാത്രമല്ല, പല യൂട്യൂബേഴ്സും ഇത് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സംഭവം പറഞ്ഞിട്ട് എന്താണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്? ഈ ചങ്ങായിക്ക് റഫറൽ കമ്മീഷൻ കിട്ടും, വേറെ ഒന്നുമില്ല. ചങ്ങായി 3 ഫോണൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുപോലെ സംഭവങ്ങൾ നിങ്ങളാരും പോയി പെടരുത്. മാക്സിമം നിങ്ങൾ എക്സിറ്റ് അടിച്ച് നിങ്ങളെ പൈസ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ വിഡ്രോ ചെയ്തെടുക്കുക. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ചെറിയ പൈസ എന്തെങ്കിലും പോവുള്ളൂ, ചെറിയ ശതമാനം. അല്ലാതെ നിങ്ങളിത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇട്ട പൈസയും പോവും, എല്ലാ പൈസയും പോവും. അതുകൊണ്ട് ഇമാതിരി പരിപാടിക്ക് നിൽക്കണ്ട. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകില്ല. ഇത് 2020 ഇറങ്ങിയ ആ സമയത്താണ് ഈ പ്രഡിക്ഷൻ ഗെയിംസൊക്കെ ഇറങ്ങിയത്, ഈ കോവിഡ് ടൈമിൽ. അതുപോലെ തന്നെ ഒരുപാട് എല്ലാ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നിഷാദ് നിലമ്പൂരുള്ള ഏറ്റവും വലിയ ഫ്രോഡായിരുന്നു.
മൂപ്പര് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പോയി കുറേ പൈസ കൊണ്ടുപോയിട്ടതാണ്. പൈസ എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ ഒക്കെ വാങ്ങിയിട്ട് ആദ്യം കുറച്ചൊക്കെ തന്ന് പിന്നെ ഫ്രീസായി, അക്കൗണ്ട് ഫ്രീസായി എന്ന് പറഞ്ഞാൽ ഒറ്റ മുങ്ങല. പിന്നെ ആളുമില്ല, പൊടിയില്ല, ഇപ്പോൾ ഒരു തേങ്ങയില്ല, കുറേ ആൾക്കാർ പൈസ ഒന്നും പോയിട്ട്. എൻ്റെ എന്താ ചെറിയ പൈസ ആയിരുന്നു, 50,000 രൂപയായിരുന്നു. ബാക്കിയുള്ള 1 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം ഒക്കെ ഇട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പൈസ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗെയിമും, റമ്മി സർക്കിൾ ആയിക്കോട്ടെ, ട്രേഡിങ് ആയിക്കോട്ടെ, ഈ കാൽക്കുലേഷൻ ആയിക്കോട്ടെ, വേറെ വല്ല ബെറ്റിംഗ് ഗെയിംസ് ആയിക്കോട്ടെ, ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി FD ഇടുക, അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ട്രേഡ് പറഞ്ഞാൽ ഈ ട്രേഡല്ല, ഇതൊന്നും ട്രേഡിംഗ് അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ വിശ്വസനീയമായിട്ടുള്ളത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതൊക്കെ കറക്റ്റായിട്ടുള്ള സംഭവം. അത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതും നോക്കിക്കണ്ട് ഏതാണ് നിങ്ങൾക്ക് വല്ല റിട്ടേൺസ് കിട്ടുന്നത് നോക്കിയിട്ട് നിങ്ങൾ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇതേപോലത്തെ ഫ്രോഡ് ഗെയിംസിൽ കൊണ്ടുപോയിട്ട് കയ്യിൽ പൈസ കളയാനൊക്കെ ഉള്ളത് പറയാം. ഓക്കെ, നിങ്ങൾ ആർക്കും വെറുതെ കൊടുത്തോ, ഇപ്പോൾ അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ. അല്ല ഞാൻ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ നമ്മൾ വിചാരിക്കും, അപ്പോൾ ആർക്കും വെറുതെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആയി. അതാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഉദ്ദേശിക്കുന്നത്. ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക, എത്ര പേരുണ്ട് പൈസ ഇല്ലാതൊക്കെ അവരും കൊടുത്താൽ മതി. ഇതുപോലത്തെ ആൾക്കാർ പല ഉടായിപ്പ് ഗെയിമും പറഞ്ഞു വരും. നിൽക്കണ്ട, വളരെ പറയാം, അതിൽ പോയി ചാടാൻ നിൽക്കണ്ട. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ, ബൈ.